ഗായ്സ്, നിലമ്പൂർ തേരാപ്പാര സൊളവാക്കി സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകരും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കടത്തങ്കടവിലെ RRC ക്ലബിൻ്റെ ഫ്രണ്ടിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സൈക്കോ സഞ്ചാരിൻ്റെ വീടിന് മുമ്പിലാണ് നിർത്തിവെച്ചത്. ഓക്കെ, RRC ക്ലബ് ഒന്ന് കണ്ടിട്ട് വരാം. ഇതിനെ പറ്റിയുള്ള ഇതൊക്കെ നമ്മൾ നരേഷനായിട്ട് ആയിരിക്കും ചിലപ്പോൾ ചെയ്യുക. അപ്പോൾ കുറച്ച് വിഷ്വൽസ് എടുക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പബ്ലിക് ലൈബ്രറി ഉണ്ട്, അത് കാണണം. പിന്നെ ചാലിയാറിൻ്റെ കുറച്ച് ഭാഗം കൂടിയും കാണണം. ഓക്കെ, നമുക്ക് അങ്ങോട്ട് കിടക്കാം. കടത്തങ്കടവ് മലപ്പുറം ജില്ലയിലെ കോവിലക്കാരായിരുന്നു ഈ ഒരു ക്ലബ്ബ് എന്നാണെങ്കിൽ പറയാം. സോ അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ടാണ്. ശരിക്കും ആയിക്കൂടെ വരേണ്ടി തോന്നുന്നുണ്ടല്ലോ. ഇവിടെ ആരെങ്കിലും ഉണ്ടാവുമോ എന്നറിയില്ല. നല്ല ചണിയും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് തന്നെയാണ്. കടത്തങ്കടവിൽ ചാലാറിൻ്റെ തീരത്ത് ഒരു അത്യാവശ്യം നല്ല ഏക്കറുള്ള സ്ഥലമാണ്. ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ കോവിലക്കാരായിരുന്നു. പിന്നീട് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നീട് ഇത് ഇവിടുത്തെ മാറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതിലൂടെ പോയേക്കാം അല്ലേ. ശരിക്കും എൻ്റെ ഫ്രണ്ട് പറയണത് ഈ ഭാഗത്താണ്. ഇവിടെ ഒരു ക്രിക്കറ്റ് പ്രാക്ടീസ് എന്താ പറയുക കോർട്ടുണ്ട്. ഓക്കെ, ഇവിടെ തുറന്നുകളാവോ. ഇവിടെ RRC ക്ലബ്ബാണ്. കേരള സർക്കാരിൻ്റെ. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് 1938 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് RRC ക്ലബ്ബ്, റീഡിങ് ആൻഡ് റീക്രിയേഷൻ ക്ലബ്ബ് കേട്ടോ. ഇവിടെ ഒരുപാട് മാച്ചും കാര്യങ്ങളും ഇവരുടെ ക്ലബ്ബിലെ ടീംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതാണ് നല്ല വിശാലമായിട്ട് കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് അല്ലേ നമ്മുടെ നിലമ്പൂർ RRC ക്ലബ്ബ്. ഓക്കെ, പിന്നെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. തികച്ചും പറഞ്ഞാൽ ഈ ഒരു സ്ഥലങ്ങൾ മൊത്തം നമ്മുടെ കോവിലക്കാരായിരുന്നു വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ മാസ്ക് ഇട്ടിരിക്കുന്ന വേറൊന്നുമല്ല, നമ്മുടെ സേഫ്റ്റിക്കാണ്. പക്ഷെ നല്ല സ്ഥലമാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഇനി ചാലാറിൻ്റെ ഒരു ഭാഗം കൂടി കാണാനുണ്ട്. അതിനുശേഷം നമ്മൾ പോവും ഇങ്ങോട്ട് നമ്മുടെ പബ്ലിക് ലൈബ്രറിയിലോട്ട്. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൊക്കെ എനേബിൾ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ അറിയണം. ഓക്കെ, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കുഴപ്പമില്ല, മോശമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഉള്ളിൽ തോന്നിയ എന്താ പറയുക അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതാണ് നമ്മളെ RRC ക്ലബ്ബ് പറയുന്നത്. ഇതൊക്കെ ലൈബ്രറി ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബുഫേ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ RRC ക്ലബ്ബ്. ഓർത്ത് വെച്ചോളുക, ചരിത്രത്തിൽ തന്നെ ഒരു നായികക്കല്ലായിരുന്നു ഈ ഒരു RRC ക്ലബ്ബ് എന്ന് പറയുകയാണെങ്കിൽ. ഓക്കെ, നമ്മളിനി പോകാൻ പോകുന്നത് ഇവിടെക്കാകെ ചളിയാണ് കേട്ടോ. ഇവിടെക്കാകെ ചളിയാണ്. നമ്മളിനി പോകാൻ പോകുന്നത് നമ്മുടെ ചാലേൻ്റെ ഒരു ഭാഗത്താണ് പോകാൻ പോകുന്നത്. നമ്മളവിടെ സൈക്കോ സഞ്ചാരിൻ്റെ ആ വീഡിയോയിൽ വെച്ച് അവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഷൂട്ട് നടക്കുന്നത്. അപ്പം നമ്മൾ നേരെ പോകുന്നത് ചാലിയാറിൻ്റെ മറ്റൊരു വശത്തോട്ടാണ്. ഇതൊക്കെ അന്ന് കോവിലക്കാരത്തായിരുന്നു. പഴയ ബിൽഡിങ് ഇതൊരു പഴയൊരു കെട്ടിടമാണ് കേട്ടോ. ഇതൊക്കെ ചളിയല്ലേ. ഇങ്ങോട്ട് വരികയാണെങ്കിൽ പനം കൂട്ടി വരേണ്ടി വരും. ചാലിയാറിൻ്റെ ഒഴുക്കുണ്ടല്ലോ. നമ്മൾ ഇതിലൂടെ പോകുമ്പോൾ സൂക്ഷിക്കണേ. നമ്മളെന്തായാലും തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഉണ്ടോ? ഇതൊക്കെ ഡേഞ്ചറാണ് കേട്ടോ. അത് പിന്നെ വേറെ കാര്യം പറയാനുള്ളല്ലോ. ചാലിയാറിൻ്റെ മറ്റൊരു വശമാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ.
നമ്മുടെ എത്ര വട്ടം 2 വട്ടമായിട്ടൊക്കെ പ്രളയം വന്നില്ലേ. നല്ല ഒഴുക്കാണ്. ഇവിടെ പല അപകടങ്ങളും സംഭവിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പറയാതെ കമ്മയില്ല. നമ്മൾ സ്വന്തം നാട്ടിൽ, നമ്മുടെ സ്വന്തം നാട് നിലമ്പൂരിലെ ഈ ചാലിയാറിൽ ഒരുപാട് പേരുടെ ജീവനുകൾ പൊലിഞ്ഞു പോയിട്ടുണ്ട്. സ്മരിക്കുന്നു. അപ്പോൾ നമുക്ക് വഞ്ചി കാണാം. വഞ്ചി അപ്പുറത്തെ സൈഡിലാണ്. നമുക്ക് ആ വഞ്ചി കണ്ടിട്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പബ്ലിക് ലൈബ്രറിയിലോട്ട് പോവാം. ഓക്കെ. ഇവിടെ വന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. ഇവിടെ പിന്നെ പാലം വന്നതിന് ശേഷം വഞ്ചി എടുക്കാറില്ല. ആ വഞ്ചിയൊക്കെ ഒലിച്ചു പോയിക്കണാവോ എന്തോ. ആ വഞ്ചിയൊന്നും ഇവിടെ ഇല്ലല്ലോ. കൊലിച്ചു വായിക്കൂലേ. അടിപൊളി. ഇവിടെയല്ലേ ഉണ്ടായിരുന്നത്. ചുനി അടിപൊളി. അതാ ആ വഞ്ചിയാണത്. അങ്ങനെ നമ്മൾ ചാലിയാറിൻ്റെ മറ്റൊരു വശത്തേക്ക് എത്തിയിരിക്കുകയാണ്. എനിക്കിങ്ങനെ ട്രാവൽ സീരീസൊക്കെ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ക്യാമറയുടെ മുമ്പിൽ നോക്കി സംസാരിക്കുകയാണ്. കാണുന്നുണ്ടായിരിക്കും. ഏകദേശം ഞാൻ 1 വർഷത്തോളം ആവാനായിട്ടുണ്ടോന്നുണ്ട് ഞാൻ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട്. കാരണമൊന്നുമില്ല. നമ്മൾ CM ഒക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ ഓരോ ടോപ്പിക്ക്, എന്താ പറയുക, ഓരോ വിഷയം അനുസരിച്ച് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കാറുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വരുമ്പോൾ നമ്മൾ ജസ്റ്റ് മിസ്. അപ്പോൾ അവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ഭാഗത്ത്, ഒരു സൈഡിൽ, അല്ലല്ല ഈ സൈഡിൽ എവിടെയോ ഒരു എന്താ പറയുക തോണി, ഒരു വഞ്ചി കിടപ്പുണ്ടായിരുന്നു. എന്നാൽ ഫുള്ള് വിറ്റാണ് കേട്ടോ. ഫുള്ള് വിറ്റ്. ഇവിടെ ഞാൻ ഇപ്പോൾ വന്ന സമയത്ത് ആ വഞ്ചിന് കാണാനില്ല. അതൊക്കെ ആകെ ഓൾ ചേഞ്ച് ആയിട്ടുണ്ട്. അന്ന് പ്രളയം വന്ന സമയത്ത് നമ്മുടെ വെള്ളമല്ലേ, നല്ല ഒഴുക്കായിരുന്നു. ചാലിയാർ വന്ന ഇതാണോ, ഏതൊരു പുഴ എടുത്ത് നോക്കുകയാണെങ്കിലും നല്ല ഒഴുക്കുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ഇതുണ്ടല്ലേ, ചാലിയാറിൻ്റെ ഈ ഒരു ഭാഗം മൊത്തം കംപ്ലീറ്റ് പോയി കിടക്കുകയാണ്. ഓക്കെ, ഇനിയും അങ്ങോട്ട് വെള്ളം കയറിയാലും അങ്ങനെ ഇതായിരിക്കും ഉണ്ടാവുക. ഫുള്ള് ക്രാക്കാണ്. ഞാൻ വഞ്ചി കാണിച്ചാലാണ് വന്നത് കേട്ടോ. നമ്മൾ ഡേഞ്ചറാണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇത് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ഞാൻ ദൂരത്തുനിന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, അതാണ് ആ വഞ്ചി എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അതായിരിക്കണം, അല്ലെങ്കിൽ വേറെ വഞ്ചി ഉണ്ടോ എനിക്കറിയില്ല. പക്ഷെ ഞാൻ വന്ന സമയത്ത് ഒരു വഞ്ചി നമ്മുടെ ഈ ഒരു പ്രദേശത്ത് എന്താ പറയുക മറിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് അത് ശരിയാക്കി എടുത്തതാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ വഞ്ചിയിലായിരുന്നു അക്കരെ ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ കണ്ടില്ല പാറ. നിലമ്പൂർ തേക്കിൻ്റെ നാടാണ്, കാടിൻ്റെ നാടാണ്. പിന്നെ ഒരുപാട് ബ്രിട്ടീഷുകാർ കയറി ഇറങ്ങിയ നാടാണ്. ഓക്കെ, പിന്നെ കോവിലക്കാരാണ് മെയിനായിട്ട് അതിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് എല്ലാ കാര്യത്തിനും. ഞാൻ പറഞ്ഞില്ലേ, കോവിലക്കാർക്ക് ഇവിടെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് വീതിച്ചിട്ട് പല ഭാഗങ്ങളായി പലർക്കും ഇപ്പോൾ പലരും അതിൽ താമസിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കോവിലത്തെ കുറിച്ച് തന്നെ വേറെ എന്താ പറയുക വ്യക്തി വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെന്ത് ചെയ്യുക, നമ്മൾ
നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ എന്തായാലും ചെയ്യണമല്ലോ വീഡിയോസ്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാനും ഇറങ്ങിയിട്ടുള്ളത്. സോ ഹായ് എവരിവൺ, വെൽക്കം. അപ്പോൾ നമ്മൾ പബ്ലിക് ലൈബ്രറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സോ ആ ലൊക്കേഷനിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയ കൂടുതൽ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചറിയാൻ പറ്റും. മറ്റേ നമ്മൾ ഡയറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റും. കാരണം നിലമ്പൂർക്കാരനായിട്ട് എനിക്കധികം ചരിത്രങ്ങളും കാര്യങ്ങളും അറിയില്ല. അപ്പോൾ ഞാൻ ബുക്ക് റെഫർ ചെയ്തിട്ടാണ് വരുന്നതൊക്കെ. സോ നമുക്ക് നേരെ വീട്ടിലോട്ട് എടുക്കാം. ലോക്കൽ ലൈബ്രറി അതോറിറ്റി 1960 സ്വന്തമായ കെട്ടിടത്തിൽ നിലമ്പൂരിൽ ലൈബ്രറി സ്ഥാപിക്കുന്നത്. എനിക്കിടയ്ക്ക് തെറ്റുട്ടോ. പിന്നെ 1998 സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നിലവിൽ വരികയും അത് ഏറ്റെടുക്കുകയും, അതായത് അവിടുത്തെ ആസ്തികളും സ്ഥാപക ജന്മസ്വത്തുകളൊക്കെ ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പം അത് അവരാണിപ്പോൾ അത് പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നത്. നിലമ്പൂരിലെ ആദ്യകാല അറിവുകൾക്കും വായനക്കും അമൂല്യമായ അവസരമാണ് പബ്ലിക് ലൈബ്രറി ഒരുക്കിയത്. ഇന്നത്തെ ഡോക്ടർ എം ഉസ്മാൻ മെമ്മോറിയൽ പബ്ലിക് ലൈബ്രറിയായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലൈബ്രറി വന്നു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനും കാണുവാനും അവിടെയുള്ള പുസ്തകങ്ങൾ വായിക്കുവാനും നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ്.